ഇപ്പോൾ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് നമുക്കിപ്പം ഉണ്ട്. മിനിസ്റ്റർ, നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ദുരന്ത ബാധിത മേഖലകളിൽ നിന്ന്? ഹലോ മിനിസ്റ്റർ കേൾക്കാം, പറയൂ. ഹലോ മിനിസ്റ്റർ കേൾക്കാവോ? ഹലോ ഹലോ മിനിസ്റ്റർ കേൾക്കാമോ? ഹലോ മിനിസ്റ്റർ, അങ്ങ് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ 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 മിനിസ്റ്റർ കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ ദുരന്ത ബാധിത മേഖലകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അങ്ങേക്ക് ലഭിക്കുന്ന എന്തൊക്കെയാണ്? ഓക്കെ. ഇപ്പൊ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ 5 മന്ത്രിമാർ, 2 പേര് വേറെ വഴിക്ക്, ഞങ്ങൾ 3 പേര് ഇവിടുന്ന് തിരുവനന്തപുരത്ത് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. മന്ത്രി ശ്രീ രാജൻ, ശ്രീ കേളു, ഞാനോടൊക്കെ 3 പേരാണ് ഇവിടുന്ന് പോകുന്നത്. മന്ത്രി A.K. ശശീന്ദ്രനും ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അവിടെ ഇപ്പൊ ഏറെക്കുറെ എത്തിയിട്ടുണ്ടാവും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതില് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുടെ 250 അംഗങ്ങൾ ഇപ്പോ വയനാട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. NDRFിന്റെ കൂടുതൽ ടീമിനെ സംഭവ സ്ഥലത്തേക്ക് ഉടനെ എത്തിക്കുന്നതിനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള. മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമായി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പസിന്റെ സംഘങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിച്ചേരാനുള്ള തീരുമാനമെടുത്ത് അവരവിടേക്ക് വന്നിട്ടുണ്ട്. വായുസേനയുടെ 2 ഹെലികോപ്റ്റർ നേരത്തെ തന്നെ തിരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ വേറെയും വരും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ നിലയിലും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മിനിസ്റ്റർ, ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാരണം നമുക്കിപ്പോൾ ചൂരൽമലയിലെ ദൃശ്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിനിസ്റ്റർ? അവിടെ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾക്കും എല്ലാവർക്കും കിട്ടുന്ന വിവരങ്ങൾ വെച്ച് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.